ഹായ്, എന്തെല്ലാം വിശേഷം? നമ്മൾ അമ്പലത്തിൽ പോയിട്ട് പിന്നെ ഇങ്ങോട്ട് പോയെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മൾ പോയത് പഴശ്ശി ഡാം കാണാൻ വേണ്ടിയിട്ടാട്ടോ. കുറേ കാലമായി വരണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇരിക്കൂർ അമ്പലത്തിൽ വന്നു കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വരുമ്പോൾ 2-3 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ അങ്ങോട്ടേക്ക്. അപ്പോൾ എന്നാൽ ഏതായാലും ഇന്ന് പോയേക്കാന്ന് വിചാരിച്ചു. പിള്ളേരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ചേട്ടായി പറയുന്നുണ്ട് 2018 പ്രളയത്തിന് ശേഷം അത്ര ഭംഗിയൊന്നുമില്ല, കുറേ കാര്യങ്ങളൊക്കെ പോയി, പിന്നെ അതൊന്നും റിനോവേഷൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ പണികളും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം കുട്ടികളുടെ പാർക്ക് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് പാർക്ക് ഉണ്ടല്ലോ, നമുക്ക് കുറച്ച് നേരം അവിടെ എന്തായാലും ചിലവഴിക്കാം എന്നുള്ള രീതിയിൽ അങ്ങോട്ട് പോയിട്ടോ. അപ്പോൾ ഈ പാലം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇച്ചിരി സന്ധ്യയായിട്ട് വരുവാണെങ്കിൽ നല്ല രസമുണ്ടാവും, ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇപ്പം ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമായി വരുന്നുള്ളൂ, ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. അപ്പം അങ്ങനെ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെന്തായാലും കുറച്ച് നേരമൊക്കെ ഇരുന്ന് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇറങ്ങിയതാട്ടോ. അപ്പോൾ കടകളൊക്കെ ഓപ്പണായി തുടങ്ങി, പിന്നെ ഫുഡിൻ്റെ കടകളൊന്നും ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കയറി വരുമ്പോൾ പാസ് എടുക്കണം. പിന്നെ റൈഡുകളുടെ പാക്കേജുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ പാക്കേജുകളൊന്നും എടുത്തില്ല. എല്ലാത്തിലൊന്നും പിള്ളേർ കയറുമോ അല്ലെങ്കിൽ കയറില്ലേ അതൊന്നും അറിയത്തില്ല. അപ്പോൾ എന്തായാലും വന്നിട്ട് നമുക്ക് നമ്മുടെ ബഡ്ജറ്റിലൊതുങ്ങുന്ന കാര്യങ്ങൾക്കൊക്കെ കയറാം എന്നുള്ള രീതിയിൽ വന്നു കേട്ടോ. അപ്പം അങ്ങനെ ഓരോ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ബാക്കി ആൾക്കാരൊക്കെ വരുന്നുള്ളൂ എന്ന് തോന്നുന്നു. വൈകുന്നേരം ആണല്ലോ, നല്ലോണം ഓണാവും. ഈ ജീപ്പിലൊക്കെ കുട്ടികളായാലേ കുറേ നേരം ഓടിച്ചൊക്കെ കളിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അതിന് 50 രൂപ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം അങ്ങനെ പിള്ളേർ വന്നപാടെ ഇതേ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല കേട്ടോ. അപ്പം പുള്ളിക്കാരൻ 2 പേരും കണ്ണനും കുട്ടാപ്പി ഇതിൽ കയറുവാണ്. അപ്പോൾ സച്ചൂട്ടിന് അപ്പോഴും സങ്കടം, അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ മുണ്ടല്ലോ ഇവിടുത്തെ, അപ്പോൾ അതിൽ കയറാൻ പറ്റുന്നില്ലേ. പിന്നെ മറ്റുള്ള റൈഡുകളിലൊക്കെ കയറിയിട്ട് അവൻ ഏതായാലും സമാധാനപ്പെട്ടു. പിന്നെ അങ്ങ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ ആദ്യമൊക്കെ നമ്മളോട് ഏതിലെ കയറേണ്ട അച്ചിയ അല്ല ഏതിലെ കയറേണ്ട വെല്ലിച്ചാന്നൊക്കെ ചോദിച്ചായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പൂരക്കളിയായിരുന്നു കേട്ടോ. അവരവരുടെ ലോകം പോലെയായി. പിന്നെ ഞങ്ങളെന്തായാലും അവർ കളിക്കില്ലായിരുന്നു. പിന്നെ നമ്മൾ നമ്മുടെ ലോകത്തിരിക്കാന്നുള്ള ഇതിൽ ചേട്ടായി ഊഞ്ഞാലിൽ ഇരുന്നപ്പോൾ ഞാനും കൂടെ വന്നിരുന്നു. അപ്പോൾ ചേട്ടായി കമൻ്റ് പറയാം, ഊഞ്ഞാൽ പൊട്ടും, നമുക്ക് ഇച്ചിരി തടിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ കൊണ്ടൊരു കളിയാക്കൽ, അന്നൊന്ന് പൊട്ടുമെന്ന് നോക്കണമെന്ന് വിചാരിച്ച് ഞാനും. പക്ഷേ ഞങ്ങളോട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് തമാശ പറഞ്ഞ് നട്ടതൊക്കെ. അപ്പം അങ്ങനെ ലച്ചു വന്നിട്ട് ഉപ്പിലിട്ട വാങ്ങി, ഞങ്ങളെല്ലാവരും വാങ്ങി കേട്ടോ. അപ്പോൾ എല്ലാവരും വേറെ വേറെയാണ് ഉപ്പിലിട്ട വാങ്ങിയത്, കാരണം എല്ലാത്തിനും ടേസ്റ്റ് അറിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പൈനാപ്പിൾ ഉപ്പിലിട്ട കേട്ടോ. പിന്നെ ചോളം ഉപ്പിലിട്ടതും കുഴപ്പമില്ല കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ചോളം ഉപ്പിലിട്ടത് കഴിക്കുന്നത്. പിന്നെ 3 പേരും ഒന്നിച്ച് മടിയിലിരുന്നൊക്കെ ആയിട്ടോ കളി. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ചിലവഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. കയറി വരുമ്പോൾ ഈ പൂ കാണാൻ നല്ല ഭംഗിയുണ്ട്. അവിടെ നിന്നൊരു ഫോട്ടോ എടുത്തിട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ